ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമുക്ക് വളരെ പ്രാധാന്യമുള്ള ദിവസം. മോശ മരുഭൂമിയിൽ പിത്തള സർപ്പത്തെ ഉയർത്തിയതിന്റെ പ്രതീകമായി ഗോകുൽത്താ സ്ഥാപനം പാതി നോമ്പ് ഇന്ന് തുടങ്ങുകയാണ്. ഇന്ന് നമ്മുടെ വചന സന്ദേശം വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 22 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. പീഡാനുഭവവും ഉത്ഥാനവും 2-ാം പ്രവചനം. അവർ ഗലീലയിൽ ഒരുമിച്ച് കൂടിയപ്പോൾ യേശു അവരോട് പറഞ്ഞു, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. അവർ അവനെ വധിക്കും, എന്നാൽ 3-ാം ദിവസം അവൻ ഉയർപ്പിക്കപ്പെടും. ഇത് കേട്ട് അവർ അതീവ ദുഃഖിതരായി. നികുതിയെക്കുറിച്ച്. ദേവാലയ നികുതി പിരിക്കുന്നവർ നിങ്ങളുടെ ഗുരു നികുതി കൊടുക്കുന്നതിലെന്ന് പത്രോസിനോട് ചോദിച്ചു. പത്രോസ് പറഞ്ഞു, ഉവ്വ്. വീട്ടിൽ ചെന്നപ്പോൾ യേശു, ഭൂമിയിലെ രാജാക്കന്മാർ ആരിൽ നിന്നാണ് ചുങ്കമോ നികുതിയോ പിരിക്കുന്നത്, പുത്രന്മാരിൽ നിന്നോ അന്യരിൽ നിന്നോ എന്ന് പത്രോസിനോട് ചോദിച്ചു. അപ്പോൾ പത്രോസ് പറഞ്ഞു, അന്യരിൽ നിന്ന്. അവർക്ക് ഇടർച്ചയുണ്ടാകാതിരിക്കാൻ കടലിൽ പോയി ചൂണ്ടയിടുക. ആദ്യം കിട്ടുന്ന മത്സ്യത്തിന്റെ വായ് തുറക്കുമ്പോൾ ഒരു നാണയം കിട്ടും. അതെടുത്ത് നിനക്കും എനിക്കും വേണ്ടി കൊടുക്കുക എന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുക. നമ്മൾ അറിയുന്നതിന് മുമ്പേ കർത്താവ് നമുക്ക് വേണ്ടി എല്ലാം മുമ്പേ ഒരുക്കപ്പെട്ടിരിക്കുമെന്ന്. ഈ നോമ്പുകാലം ജയത്തിന്റെ അടയാളവും സാത്താന്റെ മുൻപിൽ തോൽക്കാത്ത ആയുധമാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും ഒരു നോമ്പുകാലം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നിരിക്കുകയാണല്ലോ. യോശുവ പ്രവാചകൻ 3-ാം അധ്യായം 5-ാം വാക്യം ഇപ്രകാരം പറയുന്നു, നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, കർത്താവ് നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കുമെന്ന്. നീതിമാന്മാരുടെയും പുണ്യവാന്മാരുടെയും നോമ്പും പ്രാർത്ഥനയും കൈക്കൊണ്ട മിശിഹ വെടിപ്പോടെ നോമ്പ് അനുഷ്ഠിക്കുന്ന തലമുറ മാലാഖമാരുടെ സംഘത്തോടൊപ്പം കലർത്തപ്പെട്ടിരിക്കുന്നു. അവരോടൊപ്പം ദൈവസന്നിധിയിൽ ശക്തന്മാരായ ദൂതന്മാരുണ്ടാകും. നമുക്കും നമ്മളെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കാം. ഒരു ചെത്തി വെടിപ്പാക്കൽ, ഒരു ഉടച്ചു വാർക്കൽ, ഒരു പുതുക്കത്തിന്റെ, ഒരു ആത്മശോധനയുടെ, ഒരു അനുരഞ്ജനത്തിന്റെ, ഒരു അനുതാപത്തിന്റെ, ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നോമ്പ് ആവശ്യപ്പെടുന്നത്. മോശ 40 ദിവസം നോമ്പെടുത്ത് മലയിൽ നിറങ്ങി വന്നപ്പോൾ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു. അവന്റെ കയ്യിൽ ദൈവത്തിന്റെ കൽപ്പനകൾ എഴുതിയ കൽപ്പലക അവന്റെ കയ്യിലുണ്ടായിരുന്നു. ഏലിയായുടെ നോമ്പാൽ അഗ്നിത്തേരിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ദാനിയേൽ നോമ്പ് നോറ്റ് സിംഹത്തെ നോമ്പ് പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പുകാലം നമ്മളെ തന്നെ ആത്മശോധന ചെയ്ത് നമ്മുടെ മാംസളമായ ഹൃദയത്തിൽ ദൈവത്തിന്റെ കൽപ്പനകൾ എഴുതിയ കൽപ്പനകൾ എഴുതി സൂക്ഷിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.